ഓക്കെ. നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയാം നമ്മുടെ മുന്നിൽ കറക്റ്റ് 57 ഡേയ്സ് ആണുള്ളത്. നമുക്ക് NTA എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 31 മുതൽ ജനുവരി 7 വരെ എക്സാം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് വന്നിട്ട് നവംബർ 7 ആണ്. എല്ലാവരും അപ്ലൈ ചെയ്തോ? നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തോ എല്ലാവരും? ഓക്കെ, എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മുന്നിൽ 57 ഡേയ്സ് ആണുള്ളത്. നമുക്ക് ഈ ഒരു ടൈമിൽ, നമുക്ക് ഈ ഒരു എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഈ ഒരു 57 ഡേയ്സ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനൊരു ആൻസർ എങ്ങനെ നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനു മുന്നേ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, അതുപോലെ ന്യൂട്രൽ ആണോ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷന്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് പറയണേ. നമുക്കൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എങ്ങനെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, എന്താണ് ഐഫറിന്റെ ഈ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉൾക്കൊള്ളുന്നത് എന്നും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ന്യൂട്രൽ എന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ കൂടി റിപ്ലൈ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ബട്ട് ന്യൂട്രൽ ആയിട്ട് പോയിട്ട് നമുക്ക് ഏറ്റവും സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു അവസാന ടൈമാണ് നമ്മുടെ മുന്നിലുള്ള ഈ ഒരു 57 ഡേയ്സ് എന്നുള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു 57 ഡേയ്സ് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ള ആൻസർ യെസ് എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എല്ലാവരും ഹിസ്റ്ററി പഠിക്കുന്നവരാണ്. ഹിസ്റ്ററിയുടെ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഉള്ളത്. ബട്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഹിസ്റ്ററിയിൽ JRFും നെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവരും കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ടുള്ളവരല്ല. അവരെന്താണ്, കൃത്യമായ രീതിയിൽ സിലബസിനെ മനസ്സിലാക്കുകയും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബട്ട് ആ 2 പ്രാവശ്യവും എനിക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ഇന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ കൂടി ഓക്കെ, ഹൗ മച്ച് അവർ വാണ്ട് ടു സ്പെൻഡ് ഫോർ ഇറ്റ്, നമുക്ക് അതിലേക്കൊക്കെ വരാം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മൾ സിലബസ് എങ്ങനെ മനസ്സിലാക്കണം, എത്രത്തോളം PYQ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവസാനം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്കൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ തന്നെ അവസാനം കൊണ്ടുവരാം. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും എന്തായാലും ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് ക്വാളിഫൈ ചെയ്യാം. അതിനാദ്യം നമുക്ക് വേണ്ടത് സിലബസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സിലബസ് വന്നിട്ട് നല്ല വേസ്റ്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക, ഈ ഒരു 57 ഡേയ്സിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സിലബസിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ മനസ്സിലാക്കുക? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഐഫറിലുള്ള സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ എപ്പോഴും പറയാം, നമുക്ക് ഐഫറിൽ 2 രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഒന്ന് വന്നിട്ട് എല്ലാ ടേമിലും, ഇപ്പൊ ജൂൺ 2025 PYQ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ജൂൺ 2025 എക്സാമിലെ 100 ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് 10 യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റാണ് പഠിക്കുന്നെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ മാത്രം കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള PYQ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ കാറ്റഗറൈസ്ഡ് PYQ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ സിലബസിൽ ഇമ്പോർട്ടന്റ് ഏരിയ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. നമുക്ക് ഈ ഒരു 57 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ച് തീർക്കാൻ പറ്റില്ല. അതിപ്പോൾ നമുക്കൊരു 57 ഡേയ്സ് മാത്രമല്ല, നമുക്കൊരു പെർട്ടിക്കുലർ മന്ത്സ് കൊണ്ട്, ഒരു 2 or 3 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസ് അല്ല നമുക്കുള്ളത്. ബട്ട് നമ്മൾ അതിന് പകരം നമ്മൾ
എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ PYQ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് പഠനം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഐഫറിൽ നമ്മളിപ്പോൾ ഒരു 55 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഏറ്റവും ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു 55 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ ഒരു 55 ഡേയ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ്. ഇപ്പൊ ഐഫറിൽ വരാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ വീക്സിൽ എന്ത് ചെയ്യാറുണ്ട്? ടുഗദർനെസ് ടോക്ക് സംഘടിപ്പിക്കാറുണ്ട്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഫറിൽ പഠിച്ചിട്ട് JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു ടോക്ക് എന്നുള്ള രീതിയിലാണ്. അതിൽ കുറച്ച് മുന്നേ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആള് സൈക്കോളജിയിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ മനസ്സിലാക്കുക. അവസാനത്തെ 2 മാസം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് ഐഫറേറ്റ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഉള്ള 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനു മുന്നേ എല്ലാവരും സിലബസ് കണ്ടിട്ടുള്ളതല്ലേ? സിലബസ് എല്ലാവരും നോക്കിയിട്ടുള്ളതും സിലബസ് ഫെമിലാരിറ്റി ഉള്ളവരല്ലേ? എല്ലാവരും സിലബസ് ഞാൻ കാണിക്കണോ? അതൊന്ന് പറയണേ. ഓക്കെ, സിലബസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്നാ സിലബസ് ആദ്യം ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എത്രത്തോളം നമ്മുടെ സിലബസ് വേസ്റ്റ് ആണെന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് 55 ഡേയ്സ് സ്റ്റഡി പ്ലാനും നോക്കാം. ഓക്കെ, ഓക്കെ, കണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാവരും സിലബസ് ഫെമിലാരിറ്റി ഉള്ളവരാണോ? ഓക്കെ, എല്ലാവരും കണ്ടതാ എന്നാ പറയുന്നത് അല്ലേ? ഓക്കെ, ഓക്കെ, എന്നാ നമുക്ക് സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്റ്റഡി പ്ലാൻ ഇപ്പൊ വിസിബിൾ അല്ലേ എന്നൊന്ന് പറയണേ. പവർ പോയിന്റ് മാറി സ്റ്റഡി പ്ലാൻ ഇപ്പൊ വിസിബിൾ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ 55 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐഫറിലെ സിസ്റ്റം ആണ് ഈ ഒരു 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഡേ 1, ഡേ 2, ഡേ 3 ഓരോ ദിവസവും ഏതൊക്കെ ഏരിയാസ് പഠിക്കണം എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓരോ ദിവസവും എത്ര ഡേയ്സ് നമുക്ക് ലെഫ്റ്റ് ഉണ്ട്, എത്ര ഡേയ്സ് കൂടി ഉണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ദിവസം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഴ്സസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ ആൻഡ് ലിറ്റററി സോഴ്സസ്. നമുക്ക് നമ്മുടെ PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് യൂണിറ്റ് 1-ൽ നിന്നാണ്. അതിൽ തന്നെ 6 or 7 ക്വസ്റ്റ്യൻസ് നമുക്ക് ലിറ്റററി സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ടോപ്പിക്, ഫസ്റ്റ് ഡേയിലെ ടോപ്പിക് കൊടുത്തിട്ടുള്ളത് നമ്മൾ സോഴ്സസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെറ്റീരിയൽ റീഡിംഗ് എന്നുള്ളത്. അതായത് നമ്മുടെ ഐഫറിൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്. കാരണം നമുക്കറിയാം ലാസ്റ്റ് എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം നമുക്ക് കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കൂടുതലായിട്ടും വരുന്നുണ്ട്. അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഐഫറിൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ 3 ഡേയ്സ് കൂടുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഷെയർ ചെയ്യും. ആ 3 ഡേയ്സിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ട്, അതായത് ഒരു മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യും. 3 ദിവസം കൊണ്ട് സ്റ്റുഡൻസ് എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പോളായിട്ട് അയക്കും എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിൽ അത് ഒരുപാട് പേജ് ഉള്ളത് എന്നതിലുപരി നമുക്ക് ഇനി ഒരു 57 ഡേയ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലൈക്ക് ഒരുപാട് മെറ്റീരിയൽ വായിക്കുക എന്നതിലുപരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ മെറ്റീരിയൽ റീഡിംഗ് എന്നുള്ള രീതിയിൽ
പോവാറുണ്ട്. അതായത് ഒരു മെറ്റീരിയൽ കൊടുക്കും, ഒരു 3 ഡേയ്സിനുള്ളിൽ അവരത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ടാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പൊ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ക്രൊണോളജിക്കലി ഇവന്റ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ക്രൊണോളജിക്കലി ഇവന്റ്സിനെ അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിപ്പോ മിഡീവൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ട്രാവലേഴ്സ് ആവാം. ഇപ്പൊ 3rd യൂണിറ്റ് നമുക്കറിയാം, എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡംസ് പറഞ്ഞിട്ടുള്ള 3rd യൂണിറ്റിൽ നമുക്ക് ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ട്. ഈ ഒരു ഡൈനാസ്റ്റീസിന്റെ ഒക്കെ ഒരു റൂളേഴ്സിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ നമ്മൾ 7th യൂണിറ്റിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്, അവരവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വാർസ്, ട്രീറ്റീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടന്റ് ആ ഒരു ഇയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം 10th യൂണിറ്റിൽ ഹിസ്റ്റോറിയോഗ്രാഫി ആണല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ബുക്ക് ആൻഡ് ഓതേഴ്സിനെ കുറിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ബുക്ക് ആൻഡ് ഓതേഴ്സ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ടേംസ് ആൻഡ് ടെർമിനോളജീസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ വേദിക് ടെക്സ്റ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ടേംസിനെ കുറിച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ മെറ്റീരിയൽസ് ഷെയർ ചെയ്യാറുണ്ട്. ക്രോണോളജി, അതുപോലെ ടേംസ് ആൻഡ് ടെർമിനോളജീസ്, ബുക്സ് ആൻഡ് ഓതേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഐഫറിന്റെ മെറ്റീരിയൽസ് ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ആക്ടിവിറ്റി ഗ്രൂപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താ പറയാ, ഓരോ ടോപ്പിക്കിലും ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു എക്സാമിന്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് കുറച്ച് ഡീപ്പ് ലെവലിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റീഡിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ റീഡിംഗ് ടാസ്ക് എന്നുള്ള രീതിയിൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് പോകുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഈ ഒരു 2 മാസം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമുക്ക് നെറ്റ് എക്സാമിൽ ഈ വരുന്ന ജനുവരിയിൽ നടക്കുന്ന എക്സാമിൽ നമുക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ ഏതൊക്കെ ഏരിയാസ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് എക്സാമിൽ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമുക്ക് ശിവജി അഡ്മിനിസ്ട്രേഷൻ, മറാത്ത എംപയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 4 ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിൽ മാത്രം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ക്രൊണോളജിക്കലി ഇവന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ എപ്പോഴും ക്രൊണോളജി ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് മിഡീവൽ ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ക്രൊണോളജി എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഐഫറിൽ 2 രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് വന്നിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. 2025 ജൂൺ എക്സാമിലെ ക്വസ്റ്റ്യൻസ്. ഈ 2025 ജൂൺ എക്സാമിലെ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഐഫറിലെ സ്റ്റുഡൻസിന് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് അത് എന്താ പറയാ അവൈലബിൾ ആക്കിയിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഐഫറേറ്റ്സിന് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എപ്പോഴും ഏതൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും ഇപ്പൊ ഐഫറിലെ സ്റ്റുഡൻസിനോട് പറയുന്നത് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമുക്ക് എല്ലാ ഡേയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓരോ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ സെറ്റ് ആയിട്ട് എല്ലാ ഡേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻ എന്നുള്ളൊരു കോളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാവും. അതിൽ വന്നിട്ടുള്ളത് ഒന്ന് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ആണ്. അതായത് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഡെയിലി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ടേം മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ദിവസം പേപ്പർ 1, ഒരു ദിവസം ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഡെയിലി ടെസ്റ്റുകൾ കൊടുക്കും. ഏതൊരു ടെസ്റ്റും ആ ഒരു ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത ഉടനെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസും അവൈലബിൾ ആയിരിക്കും. അതിന്റെ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷൻ അന്ന് നൈറ്റ് തന്നെ കണ്ടക്ട് ചെയ്യും. എല്ലാ ദിവസവും ഇപ്പൊ ഇന്ന് പേപ്പർ 1ന്റെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ആണെങ്കിൽ നാളെ ഹിസ്റ്ററിന്റെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും ഐഫറിൽ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലൈവ് സെഷന്റെ കോളത്തിൽ കാണാൻ പറ്റും JRF ക്ലബ്ബ് എന്നുള്ളത്. ഞാൻ ഒരു ഐഫറിലെ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് JRF ക്ലബ്ബുകളാണ്. ഇപ്പൊ ഹിസ്റ്ററിയിൽ JRF ക്ലബ്ബുകൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. JRF ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഏതൊക്കെ
ഏരിയയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനസ്സിലാക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു JRF ക്ലബ്ബ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബേസ് ആയിരിക്കും. അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ അതായത് ഒരുപാട് വർഷത്തെ PYQ അനലൈസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് JRF ക്ലബിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ഏകദേശം ഹിസ്റ്ററിയിൽ വരാണെങ്കിൽ നമുക്ക് ആപ്പിൽ 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ JRF ക്ലബിൽ നമ്മൾ ലാസ്റ്റ് 5 ടേമിലെ ക്വസ്റ്റ്യൻ എന്തായാലും ഡിസ്കസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ JRF ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രാഷ് കോഴ്സിൽ ജനറൽ പേപ്പറും അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ജനറൽ പേപ്പറിലുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഐഫറിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 5 AM JRF ക്ലബ്ബാണ്. മോർണിംഗ് 5 മണിക്ക് നമുക്ക് JRF ക്ലബിന്റെ സെഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഐഫറേറ്റ് ആയിരുന്നു. എന്റെയും പ്രിപ്പറേഷനിൽ ഈ രാവിലെ നമ്മൾ 5 മണിക്ക് എണീക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് അനീസറിന്റെ നെറ്റ് എക്സാമിനെ കുറിച്ചിട്ടും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം അനീസറിന് 8 നെറ്റും 2 JRFും സാർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അനീസ് സാർ തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ 5 AM JRF ക്ലബ് സെഷൻസ് എടുക്കുന്നുണ്ടാവുക. ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജനറൽ പേപ്പറും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ JRF ക്ലബ്ബാണ് പറഞ്ഞത്. ഹിസ്റ്ററിയിൽ വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 5 ടേമിൽ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. 5 ടേമും അതിന് കൂടുതൽ നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുതലും ചെയ്യും. ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എല്ലാ ദിവസവും PYQ ബേസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. പേപ്പർ 1ലും 5 AM JRF ക്ലബ്ബ് ഈ ഒരു നവംബർ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ക്രോണോളജിക്കൽ ഇവന്റ്സിനെ അറേഞ്ച് ചെയ്യുക, അതുപോലെ ടേംസ് ആൻഡ് ടെർമിനോളജീസ്, പിന്നെ വന്നിട്ട് ബുക്ക് ആൻഡ് ഓതേഴ്സ്, അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള PDFs അവൈലബിൾ ആണ്. അതും ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഷെയർ ചെയ്യാറുണ്ട്. അത് ടാസ്ക് ബേസ്ഡ് ആയിട്ട് സ്റ്റുഡൻസ് വായിച്ചു പോകുന്നുണ്ട്. കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ഒരു ചാപ്റ്ററിന്റെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ JRF ക്ലബ്ബ്, അതുപോലെ തന്നെ നമുക്ക് ഐഫറിസം റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഉള്ള സെഷൻസ് ആണ് ഐഫറിസം റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഈ സ്റ്റഡി പ്ലാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കൂടുതലും ഐഫറിലുള്ള ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പോയിന്റ് മെറ്റീരിയൽ റീഡിംഗ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ആൻഡ് അതർ റെഫറൻസ് ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായാലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൂടുതൽ എഫക്റ്റീവ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആയിക്കോളുന്നില്ല. കാരണം ഈ ഒരു ലൈവ് സെഷൻസ്, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, JRF ക്ലബ്ബൊക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായാലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് തിരിച്ച് PPTയിലേക്ക് തന്നെ പോവാം. ഓക്കെ, നമ്മൾ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അതിൽ നമ്മൾ സിലബസ് പറഞ്ഞു, എക്സാം പാറ്റേൺ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 5 അല്ലെങ്കിൽ 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതേ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ജൂൺ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാലോ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദ് ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ പോളോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൈദരാബാദ് എന്ന പ്രിൻസിലി സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഏത് ഓപ്പറേഷൻ ആണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന്റെ ആൻസർ എന്താ, ഓപ്പറേഷൻ പോളോ. അടുത്ത ഒരു വർഷം തന്നെ നമുക്ക് നേരെ തിരിച്ചു ചോദിച്ചു. അതായത് ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഏത് പ്രിൻസിലി സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതാണെന്നുള്ള രീതിയിൽ നേരെ തിരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാലോ, ആൻഷ്യന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആദ്യത്തെ ടോപ്പിക് വന്നിട്ട് ആൻഷ്യന്റ് ഇന്ത്യൻ സോഴ്സസ് ആണ്. അതിൽ തന്നെ ഒരുപാട് ലൈക്ക് വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒന്നിക്കിൽ ആദ്യം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പിന്നീട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനിലെ കോൺസെപ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ JRF ക്ലബിൽ നമ്മൾ പറഞ്ഞു 5 ടേമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പെർഫെക്റ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതും നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉപീന്ദർ സിംഗ്, നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യക്ക് ഉപീന്ദർ സിംഗിന്റെ വർക്ക് റെഫർ ചെയ്യാറുണ്ട്. മിഡീവൽ ഇന്ത്യക്ക് സതീഷ് ചന്ദ്രന്റെ വർക്ക്. അതുപോലെ മോഡേൺ ഇന്ത്യക്ക് വരികയാണെങ്കിൽ പ്ലാസി ടു പാർട്ടീഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെക്ട്രത്തിന്റെ ഗൈഡ് വർക്ക്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. പക്ഷെ നമുക്ക് ഇത്രയും എന്താ പറയുക, ഒതന്റിക് ടെക്സ്റ്റസ് ഒക്കെ വായിക്കാനുള്ള ഒരു സമയം നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഇത്ര 57 ഡേയ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ PYQ ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഏരിയ നമ്മൾ ഈ ഒതന്റിക് ടെക്സ്റ്റേഴ്സിൽ നിന്ന് റെഫർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രിപ്പറേഷൻ. നമുക്ക് ഈ ഒരു ഡിസംബറിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ നമ്മുടെ എത്തിക്കുക ഈ ഒരു രീതിയിലുള്ള സ്റ്റഡി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലെക്ചേഴ്സ് കേൾക്കുക, ഒരുപാട് ടെസ്റ്റ്സ്. കാരണം നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി നമുക്കറിയാം, നമ്മുടെ സിലബസ് നല്ല വാസ്റ്റ് ആണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസിൽ ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ടഫ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, അതിന്റെ സോഴ്സ് ഏതാണെന്ന് കൂടി ചില സമയങ്ങളിൽ നമുക്ക് അത്ര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 25 നമുക്ക് ചോദിക്കാറുണ്ട്. എന്നാൽ പേപ്പർ 1ലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 10 ടോപ്പിക്സ് ആണ്, 10 യൂണിറ്റ് ആണ്. എല്ലാ യൂണിറ്റിനും നമുക്ക് 5 ക്വസ്റ്റ്യൻ വീതാ വരിക അല്ലെ. നമുക്ക് ഹിസ്റ്ററിനേക്കാൾ നമുക്ക് ക്വസ്റ്റ്യൻ ലൈക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക പേപ്പർ 1ലാണ്. കാരണം നമുക്ക് മാത്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിംഗ് ഒക്കെ കൂടുതൽ പേരും ഒഴിവാക്കുന്ന ഏരിയ. നമ്മൾ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പേപ്പർ 1 എന്നുള്ളത്. കാരണം ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് ഹിസ്റ്ററി നമ്മുടെ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ നല്ല സ്ട്രോങ് ആക്കും. പേപ്പർ 1 വന്നിട്ട് നമ്മൾ പാടെ ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പേപ്പർ 1 മാത്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിംഗ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി നമ്മളെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ നമ്മൾ ഐഫറിൽ നമുക്ക് ഈ ഒരു മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസണിംഗ് എല്ലാത്തിന്റെയും ഫ്രം ദ ബേസ് ഔട്ടുള്ള ക്ലാസ് ഉണ്ട്. ബട്ട് ഈ ഒരു ഏരിയാസ് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരുപാട് തവണ ഡിസ്കസ് ചെയ്യും. 5AM JRF ക്ലബിലും നമ്മൾ ഒരുപാട് തവണ മാത്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു രീതിയിൽ പേപ്പർ 1 നമ്മൾ നല്ല സ്ട്രോങ് ആക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ, പേപ്പർ 1 നമ്മൾ തിയറി സബ്ജക്ട് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ JRF നമുക്ക് കിട്ടണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പേപ്പർ 1 തന്നെയാണ്. അതിൽ പേപ്പർ 1ൽ കൂടുതൽ പേര് പ്രിപ്പയർ ചെയ്യാത്ത സബ്ജക്റ്റുകൾ നമ്മൾ നല്ല സ്ട്രോങ് ആക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവും. നമുക്കറിയാലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് എക്സാമിന് എക്സാം എഴുതുന്നവരിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 6% എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മറ്റുള്ളവർ പഠിക്കാത്ത ഏരിയയും നമ്മൾ സ്ട്രോങ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ക്രാഷ് കോഴ്സിന്റെ ഭാഗം ആവുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാത്സ്, ഡാറ്റ, ലോജിക്കൽ റീസണിംഗ് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. പറ്റാവുന്നത്ര നമ്മൾ സ്ട്രോങ് ആക്കുക. പേപ്പർ 1 ആണെങ്കിലും പറ്റാവുന്നത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. നമുക്കറിയാം 3 hours ആണ്. അതിൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1ലും 100 ക്വസ്റ്റ്യൻസ് പേപ്പർ 2ലും. ഈ ഒരു 3 മണിക്കൂറിൽ 150 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ 5 ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്കൽ റീസണിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ മാനേജബിൾ ആണോ നമുക്ക് നോക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഐഫറിൽ നമുക്ക് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ട്. എല്ലാ വീക്കും മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി മോഡൽ എക്സാം, പിന്നെ ARF എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അതായത് എക്സാമിന് 1 month മുന്നേ നമ്മൾ ഒരു ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം നടത്തും. അതായത് എക്സാമിന്റെ അതേ മാതൃകയിൽ 150 ക്വസ്റ്റ്യൻ 3 hours. ഇതെന്തിനാ ഈ ഒരു എക്സാം നടത്തുന്നതെന്ന് വെച്ചാൽ ആ ഒരു എക്സാം നമ്മൾ 3 hours നെറ്റ് എക്സാമിന്റെ അതേ സീരിയസ്നെസ്സിൽ നമ്മൾ
ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമുക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതുപോലെ 150 ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രത്തോളം ഇപ്പൊ മോഡേൺ നമുക്കറിയാം, നമുക്ക് 3 രീതിയിലാണ്, 3 പാർട്ടായിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി വരുന്നത്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, അതുപോലെ ഹിസ്റ്റോറിയോഗ്രഫി നമുക്കുണ്ട്. ഇതൊക്കെ ഏത് ഏരിയയാണ് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കേണ്ടത്, നമുക്ക് വീക്ക് ഏരിയ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 1 month ബിഫോർ ARF എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ ഒരു എക്സാം നടത്തുന്നത്. ഈ എക്സാമിൽ വിന്നർ ആവുന്ന ഒരാൾക്ക് പിന്നീട് PhD ക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു 1 term ഫെലോഷിപ്പ് എന്നുള്ള രീതിയിൽ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം, നമുക്കൊരു കടൽ പോലെയുള്ള ഒരു സിലബസ് ആണ് അല്ലേ ഹിസ്റ്ററിയിലെ സിലബസ് പറയുകയാണെങ്കിൽ. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, 10 യൂണിറ്റിലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ബട്ട് നമ്മൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക, നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് വർഷത്തെ PYQ ഒക്കെ അനലൈസ് ചെയ്ത ഒരാളുടെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2017 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ഒക്കെ ഐഫറിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളിനി എന്താണ് എന്തൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഫസ്റ്റത്തെ 2 യൂണിറ്റ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു ആൻഷ്യന്റ് ഇന്ത്യൻ സോഴ്സസിൽ തുടങ്ങി, സോഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ. അതിനുശേഷം നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ, മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 16 മഹാജനപദാസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, മഹാജനപദാസിന്റെ ലിസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കറിയാം അംഗുത്തര നികായ, ഭഗവതി സൂത്രയിലൊക്കെ നമുക്ക് 16 മഹാജനപദാസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷൻ, മഹാജനപദാസ്, ബുദ്ധിസം, ജൈനിസം ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരാം. അതിൽ നമുക്ക് ലാസ്റ്റ് എക്സാമിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നത് ഒന്ന് സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ ജൈനിസം, അജീവികാസ് രണ്ടിന്റെയും പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി സുപരിചിതമായ ഒരു യൂണിറ്റ് ആയിരിക്കും മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ, അതുപോലെ പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ് ഒക്കെ സെക്കൻഡ് യൂണിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അതിൽ നമുക്ക് എല്ലാ ടേമിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരുന്ന ഒരു ഏരിയ ആണ് അശോകൻ എഡിക്സ് എന്നുള്ളത്. അശോകന്റെ മേജർ റോക്ക് എഡിക്സും ആ ഓരോ റോക്ക് എഡിക്സിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ അശോകന്റെ മേജർ റോക്ക് എഡിക്സ് ഒരു ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും ആ ഒരു റോക്ക് എഡിക്സിൽ എന്താണ് അതിന്റെ ഒരു തീം എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അശോകന്റെ എഡിക്സ് നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മൗര്യൻ ആർക്കിടെക്ചർ, ഗുപ്ത ആർക്കിടെക്ചർ ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ തേർഡ് യൂണിറ്റിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡം എന്നാണ് നമ്മുടെ തേർഡ് യൂണിറ്റിന്റെ നെയിം വന്നിട്ട്. അതായത് നമുക്കറിയാം ഒരുപാട് ഡൈനാസ്റ്റീസ് ഗുപ്ത എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള കാറ്റഗറൈസേഷൻ തേർഡ് യൂണിറ്റിൽ വരുന്നുണ്ട്. അതായത് കിങ്ഡംസ് ഇൻ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിൽ ഏതൊക്കെയാ വരിക, ചോള, പല്ലവ, പാണ്ഡ്യാസ് ഒക്കെ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിൽ വരും. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കിങ്ഡംസ് ഏതൊക്കെയാ വരിക, ചാമനാസ്, പരമരാസ്. ഇത് രണ്ടിലും ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എക്സാമിൽ ചാമനാസിന്റെ എന്താ പറയാ അവരുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പരമരാസിലെ റൂളേഴ്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡം ആയിട്ടുള്ള പാലാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡംസ് ഇൻ ഡെക്കാൻ നമുക്കറിയാം. നമുക്ക് ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കോംപ്രഹെൻഷൻ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് രാഷ്ട്രകൂട ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഏതാ യൂണിറ്റ്, തേർഡ് യൂണിറ്റിൽ കിങ്ഡംസ് ഇൻ ഡെക്കാനിലാണ് രാഷ്ട്രകൂടാസ് വരുന്നത്. അപ്പോൾ ഓരോ ഡൈനാസ്റ്റീസും നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് അവരുടെ ക്രോണോളജി പഠിക്കുക. അതുപോലെ ഈ ഒരു റൂളേഴ്സിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ അവർ ഇപ്പോ ഒരു നമുക്കറിയാം നോർത്തേൺ ഇന്ത്യൻ കിങ്ഡംസ് ആയിട്ടുള്ള ഗുർജാര പ്രതിഹാരാസ്, ഈസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡം ആയിട്ടുള്ള പാലാസ്, ഡെക്കാൻ കിങ്ഡം ആയിട്ടുള്ള രാഷ്ട്രകൂടാസ്, ഇവർ മൂന്നും തമ്മിൽ നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കനൗജിലെ അധികാരം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ തേർഡ് യൂണിറ്റ് പറഞ്ഞു നമുക്ക് ഒരുപാട് ഡൈനാസ്റ്റീസ് ആണ്. ഡൈനാസ്റ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ക്രോണോളജിക്കലി റൂളേഴ്സിനെ അറേഞ്ച് ചെയ്യുക, അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി നമ്മൾ ഫോർത്ത് യൂണിറ്റിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം മിഡീവൽ ഇന്ത്യ ആണ് അല്ലെ.
ഫോർത്ത് യൂണിറ്റ്, ഫിഫ്ത്ത്, സിക്സ്ത്, ഈ ഒരു 3 യൂണിറ്റ് മിഡീവൽ ഇന്ത്യ ആണ്. അതിൽ ഫിഫ്ത്ത് യൂണിറ്റിൽ വന്നിട്ട് ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ മുഗൾ എംപയർ, ബാമനി, മറാത്ത, ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണ് ഫോർത്ത് യൂണിറ്റിൽ വരുന്നത്. അതിൽ മറാത്ത എംപയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശിവജി എപ്പോഴും എൻ ടി എക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ശിവജിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഫിഫ്ത്ത് യൂണിറ്റിൽ നമ്മൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കിങ്ഡംസ് ഉണ്ടല്ലോ, അതായത് ഡൽഹി സുൽത്താനേറ്റ്, മുഗള്, മറാത്ത, വിജയനഗര, ബാമനി, ഈ ഒരു 5 ഡൈനാസ്റ്റീസിന്റെയും അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്നത്. അതുപോലെ അവരുടെ എക്കോണമി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെയാണ് ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്നത്. അതിൽ തന്നെ വിജയനഗര കാലഘട്ടത്തിൽ, കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ട്രാവലേഴ്സ്, മിഡീവൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരുപാട് ട്രാവലേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് രീതിയിൽ, ഒരുപാട് തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന്, നമുക്ക് ആരുടെ കോട്ടിലാണ് വന്നത്, ഏത് കാലഘട്ടത്തിലാണ് വന്നത് എന്നുള്ള രീതിയിൽ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ള രീതിയിലും നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സിക്സ്ത് യൂണിറ്റിൽ വരികയാണെങ്കിൽ നമുക്കറിയാം സിക്സ്ത് യൂണിറ്റിൽ ഭക്തി മൂവ്മെന്റ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നാണ് അല്ലെ യൂണിറ്റിന്റെ പേര്. അതിൽ ഭക്തി മൂവ്മെന്റ്, മിഡീവൽ ഇന്ത്യയിൽ ഭക്തി മൂവ്മെന്റ് ഉണ്ട്. സിക്കിസം, സൂഫിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ സിഖ് ഗുരൂസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് മുഗൾ ആർക്കിടെക്ചർ, മുഗൾ പെയിന്റിങ്സ്. നമുക്ക് ലാസ്റ്റ് എക്സാമിൽ എന്തായിരുന്നു മുഗൾ ആർക്കിടെക്ചറുമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? മുഗൾ ഗാർഡൻസുമായിട്ട്. ഈ ഒരു മുഗൾ കാലഘട്ടത്തിലെ ഗാർഡൻസ് ആരാണ് ഫൗണ്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി സെവൻത്ത് യൂണിറ്റിൽ വരാണെങ്കിൽ നമുക്കറിയാം മോഡേൺ ഇന്ത്യ ആണ്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത് ഒക്കെ. അതിൽ സെവൻത്ത് യൂണിറ്റിൽ എന്താണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്, അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വാർസ്, ട്രീറ്റീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് 1857 റിവോൾട്ട്, പിന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് നമുക്ക് സെവൻത്ത് യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാന്ന് ചോദിച്ചാൽ, നമുക്ക് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് അവർ കച്ചവട ആവശ്യത്തിന് കമ്പനീസ് നിർമ്മിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനി സ്ഥാപിച്ചതിന്റെ ഇയേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രീറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരുപാട് ആക്ട്സ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഇയേഴ്സ്, അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എയ്ത്ത് യൂണിറ്റിലേക്ക് വരാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യ റിനൈസൻസ്, ഇന്ത്യയിൽ 19th സെഞ്ചുറിയിലും 18th സെഞ്ചുറിയിലും ഒരുപാട് സോഷ്യൽ ചേഞ്ചസ്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രസ്, ഇന്ത്യയിൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ നമുക്കുള്ളത് ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എയ്ത്ത് യൂണിറ്റ് നിന്ന് വരാറുണ്ട്. 9th യൂണിറ്റ് വരാണെങ്കിൽ നമുക്കറിയാം നാഷണലിസം ആണ്, ഗാന്ധി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റവല്യൂഷണറി മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. VD സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വന്നിട്ട് INA, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുന്നേ ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ടല്ലോ. മദ്രാസ് അസോസിയേഷൻ, അതുപോലെ ഒരുപാട് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അത് ഏത് ഇയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 10th യൂണിറ്റ് നമുക്കറിയാം ഹിസ്റ്റോറിയോഗ്രഫി ആണ്, റിസർച്ച് മെത്തേഡ്സ്, അതുപോലെ ഒരുപാട് ഓതേഴ്സ്, അതുപോലെ വർക്ക്സ്, ഓതേഴ്സ്, പിന്നെ ഒരുപാട് തിയറീസ്, കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് 10th യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. മൊത്തത്തിൽ ഒരു സിലബസിന്റെ ഔട്ട്ലൈൻ, അതുപോലെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെ ഹിസ്റ്ററി പഠിക്കാം എന്നുള്ളത് നമ്മൾ പറയാം. അതായത് നമ്മൾ കംപ്ലീറ്റ് ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏതൊക്കെ സംഭവങ്ങൾ ഏതൊക്കെ ടൈമിൽ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് അത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവന്റ്സിനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ അക്ബറിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കോൺക്വസ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിക്കുക. ഇപ്പോൾ BR അംബേദ്കർ, അതുപോലെ VD സവർക്കർ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക, അതായത് ഏത് ക്രോണോളജി
ടെക്നോളജിയാ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാപ്സ് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള മഹാജനപദ ഏതാണ്? നമുക്കറിയാം 16 മഹാജനപദാസ് ഉണ്ട്. അതിൽ സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സൗത്തിലുള്ള മഹാജനപദ ഏതാണെന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അറിയാവോ? സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള മഹാജനപദ ഏതാണ്? 16 മഹാജനപദാസിൽ സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള മഹാജനപദ ഏതാണ്? അസ്മകയാണ് കേട്ടോ. അസ്സക അല്ലെങ്കിൽ അസ്മകയാണ് നമുക്ക് സൗത്ത് മോസ്റ്റ് ആയിട്ടുള്ള മഹാജനപദ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടാബിൾ, ടൈം ലൈൻ, അതുപോലെ ഫ്ലോ ചാർട്ട് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഐഫറിലെ സ്റ്റുഡൻസിന് നമ്മൾ 10 യൂണിറ്റ്സിനും ക്വിക്ക് നോട്ട്സ് കൊടുക്കാറുണ്ട്. ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ യൂണിറ്റിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ഇയേഴ്സ്, അതുപോലെ വർക്ക് ആൻഡ് ഓതേഴ്സിന്റെ ഒരു മെറ്റീരിയൽ, അതുപോലെ ടേംസ് ആൻഡ് ടെർമിനോളജീസ്, എല്ലാ ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ കാലഘട്ടത്തിലെ ഒരുപാട് ടേംസ് ആൻഡ് ടെർമിനോളജീസ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു PDF, അതുപോലെ തന്നെ നമ്മൾ ടേംസ് ആൻഡ് ടെർമിനോളജി പറഞ്ഞ് ക്രൊണോളജിക്കൽ ഇവന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു PDF ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കാറുണ്ട്. അതുപോലെ തന്നെ റീഡ്, റിവൈസ്, പ്രാക്ടീസ് നമ്മൾ എപ്പോഴും ഇപ്പൊ മാത്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് വീഡിയോസ് കാണുക. നമ്മൾ ഒരുപാട് പഠിച്ചു എന്നതിൽ കാര്യമില്ല, അതിനപ്പുറം നമ്മൾ അതൊക്കെ റീകളക്ട് ചെയ്യുന്നു, നമ്മൾ റിവിഷൻ ചെയ്യുന്നു. എന്നാലാണ് നമുക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആവുക എന്നുള്ള രീതിയിലാണ് നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പഠിക്കുക, പറ്റാവുന്നത്ര മെറ്റീരിയൽസ് വായിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ള 57 ഡേയ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പറ്റാവുന്നത്ര PYQ ചെയ്യുക, പേപ്പർ 1 നല്ല സ്ട്രോങ് ആക്കുക, ഹിസ്റ്ററിയും നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ആയിക്കോട്ടെ, സ്റ്റഡി പ്ലാൻ ആയിക്കോട്ടെ, ഏത് രീതിയിൽ പഠിക്കണം എന്നായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ക്രാഷ് കോഴ്സ് പരിചയപ്പെടുത്താന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്രാഷ് കോഴ്സിന്റെ 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതിൽ ഓരോ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് മെറ്റീരിയൽ റീഡിങ്, റെഫറൻസ് ടെക്സ്റ്റ് റീഡിംഗ് ഒക്കെ നമ്മൾ ടാസ്ക് ബേസ്ഡ് ആയിട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും നമ്മൾ ഏത് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലും, ഐഫറിസം റൂം, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, PYQ ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ദിവസവും PYQ ഡിസ്കഷൻ, ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 5 ടേമിലെങ്കിലും നമ്മൾ JRF ക്ലബ്ബിൽ ഡിസ്കസ് ചെയ്യും. 5AM JRF ക്ലബ്ബ്, ഒരുപാട് സിസ്റ്റം നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഐഫറിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു 57 ഡേയ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഐഫറിന്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ക്രാഷ് കോഴ്സ് ഡിസംബർ 2025 ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. 24 hours ഇമോ സപ്പോർട്ട്, ക്വിക്ക് നോട്ട്സ് നമ്മൾ പറഞ്ഞു, 10 യൂണിറ്റ്സിന്റെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വിക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട്, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, എപ്പോഴും PYQ ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ പേപ്പർ 1ന്റെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ആണെങ്കിൽ നാളെ പേപ്പർ 2ന്റെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സാം വരെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടാവും. അതുകൂടാതെ ലേറ്റസ്റ്റ് PYQ ഡിസ്കഷൻസ്, ARF എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു, എക്സാമിന് ഒരു മാസം മുന്നേ നമ്മൾ ഒരു എക്സാം നടത്തും. നെറ്റ് എക്സാമിന്റെ അതേ മാതൃകയിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ്, നമുക്ക് എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ARF എക്സാമിനേഷൻ നടത്തുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ്സ്, PYQ ബേസ്ഡ് JRF ക്ലബ് സെഷൻസ്, അതിൽ പേപ്പർ 1ൽ വരാണെങ്കിൽ 5AM JRF ക്ലബ് സെഷൻസും, അതുപോലെ പേപ്പർ 2ൽ വരാണെങ്കിൽ ലാസ്റ്റ് 5 ടേമിലെ PYQ ബേസ്ഡ്, അതിൽ PYQ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയാസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ചെയ്തിട്ടുള്ള JRF ക്ലബ് സെഷൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. വരുന്ന 57 ഡേയ്സ് നമ്മുടെ ഏറ്റവും മാക്സിമം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് JRF തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുക എന്നതിലുപരി നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ഏരിയാസ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് നമ്മൾ മനസ്സിലാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച്, അതുപോലെ മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയിലെ മെറ്റീരിയൽസ് വായിച്ച്, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ക്ലാസ് ടൈമിംഗ് ചോദിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ്സിന്റെയാണ്? ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ആണോ?
ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എല്ലാ ദിവസവും 9 മണിക്കാണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ JRF ക്ലബ്ബ് ഹിസ്റ്ററിയുടെ വന്നിട്ട് എപ്പോഴും 7:30 എന്നുള്ള ടൈമിലാണ്, അതായത് രാത്രി നൈറ്റ് 7:30 എന്നുള്ള രീതിയിലാണ് JRF ക്ലബ്ബ് നടക്കാറുള്ളത്. പേപ്പർ 1ന്റെ PYQ ഡിസ്കഷൻസും രാത്രി 7:30 എന്നുള്ള രീതിയിൽ ഇപ്പൊ വീക്കിലി ഇത്ര ഡേയ്സ് പേപ്പർ 1ന്റെ, ഇത്ര ഡേയ്സ് പേപ്പർ 2ന്റെ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേപ്പർ 1ന്റെ 5 AM JRF ക്ലബ്ബ്, പേപ്പർ 1ന്റെ 5 AM JRF ക്ലബ്ബ് നമുക്ക് അറിയാലോ 5 AM-നാണ് നടക്കുക. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നവംബർ 10 ആകുമ്പോഴാണ് JRF ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം നവംബർ 5-നാണ്. 55 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സാം ഈ ഒരു ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ. ഫീ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഫോർ അഡ്മിഷൻ എന്നൊരു നമ്പർ കൊടുത്തിട്ടില്ലേ താഴെ, ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫീ അവർ പറഞ്ഞുതരും. ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു ക്രാഷ് കോഴ്സ് ഡിസംബർ 2025 ഞാനൊരു ഈ ഒരു PPT-യിൽ ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ചിട്ട് ഫീ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്ലാസ് ടൈമിംഗ് ഈച്ച് ലെസൺ നോട്ട്സ് PDF അവൈലബിൾ. അതെ, എല്ലാ ചാപ്റ്ററിന്റെയും നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള PDF, അതായത് 10 ചാപ്റ്ററിന്റെയും യൂണിറ്റ് വൈസ് ആയിട്ടുള്ള PDF അവൈലബിൾ ആണ്. യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്വിക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അത് പേപ്പർ 1ന്റെയും ഹിസ്റ്ററിയുടെയും അവൈലബിൾ ആണ്. അതുകൂടാതെ ക്രോണോളജി, ടേംസ് ആൻഡ് ടെർമിനോളജീസ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബുക്ക് ആൻഡ് ഓതേഴ്സ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും PDF ആയിട്ട് അവൈലബിൾ ആണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചാറ്റിൽ ചോദിക്കാം, വോയിസ് മൈക്ക് ഓൺ ചെയ്തിട്ടും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പഠിച്ചത് മറന്നു പോകുന്നു, ഇനി ടിപ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ സിലബസ് നല്ല വൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് PYQ, ഒരുപാട് മെറ്റീരിയൽസ് എല്ലാം കൂടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും മറന്നു പോകും. അത് നമുക്ക് മാത്രമുള്ള ഇഷ്യൂ അല്ല, ഈ ഒരു നെറ്റ് എക്സാമിന് പഠിക്കുന്ന എല്ലാവർക്കും മറന്നു പോകും. അതിന് നമ്മൾ ടിപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചത് ഇപ്പോൾ വീക്കിലി നമ്മൾ ഒരു ഡേ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ റിവിഷൻ എന്തായാലും വർക്ക്ഔട്ട് ആകും. കാരണം നമ്മൾ മെറ്റീരിയൽ വായിച്ച സംഭവം നമ്മൾ PYQ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മെറ്റീരിയൽ വായിക്കുമ്പോൾ കാണും. അങ്ങനെ നമുക്ക് എന്തായാലും നമുക്ക് PYQ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ വീക്കിലി ഒരു ഡേ റിവിഷന് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പഠിച്ചത് എന്തായാലും മറന്നുപോകില്ല. അത് നമുക്ക് മാത്രമല്ല, അത് മൊത്തത്തിൽ നെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ് പഠിച്ചത് മറന്നു പോകുന്നുള്ളത്. അത് നമ്മൾ റിവിഷൻ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ മിസ്സേ, ഒന്നുകൂടി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്നുകൂടി ചോദിക്കാവോ? ഹലോ. കേൾക്കുന്നുണ്ട്, പറയൂ. മിസ്സേ, ഈ ക്ലാസ് നാളെ ഉണ്ടാവോ? ഇല്ല, ഇത് ക്രാഷ് കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വെബിനാർ ആണ് കേട്ടോ. അല്ല, ഇതിൽ 55 ദിവസത്തെ കോഴ്സ് കണ്ടു. അപ്പൊ ഞാന് ഓക്കെ, 55 ദിവസത്തെ കോഴ്സ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാർ, അതുപോലെ ഈ ഒരു 57 ഡേയ്സ് ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാർ ആണ്. ഇനി കോഴ്സിനെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. യെസ്, ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഐഫർ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്ലാസ്സസിന്റെ റെക്കോർഡിങ്സും, JRF ക്ലബ്ബ് ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഒരു 4 സെഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ റെക്കോർഡിങ്സും എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും.
ഈവനിങ് നടക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും അതുപോലെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ അതിപ്പോ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരുപാട് സിസ്റ്റം, ഐഫറിന്റെ സിസ്റ്റം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു 57 ഡേയ്സ് ഐഫറിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രാവശ്യം തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് JRF തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു ടേമിൽ തന്നെ JRF തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. Okay.